ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, എന്തുണ്ട്? സുഖമല്ലേ? അടിപൊളിയായി നിങ്ങൾ ഇരിക്കുന്നു എന്ന് തന്നെ സാറിന് കരുതട്ടെ. അക്ഷയ് സാറാണ് സംസാരിക്കുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 10 MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതും 10 മിനിറ്റിനുള്ളിൽ ഡിസ്കസ് ചെയ്യാനാണ് സാറ് വന്നിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ നേട്ടം, കൂടുതൽ ഗെയിൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക്, ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ച്, എന്താ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? എ സ്റ്റുഡൻറ് ഒബ്സർവ്സ് എ പ്ലാന്റ് വിത്ത് പാരലൽ വീനേഷൻ ആൻഡ് ഫൈൻഡ്സ് ദാറ്റ് its seeds only contain only one cotyledon. Which of the following additional feature would most likely confirm its classification എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ഒരു ചെടിയെ ഒബ്സർവ് ചെയ്തു. ആ ചെടിയുടെ ഇലകൾ പരിശോധിച്ചപ്പോൾ പാരലൽ വീനേഷൻ ആണെന്ന് കണ്ടെത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരലൽ വീനേഷൻ. ആ ചെടി ഉൽപ്പാദിപ്പിച്ച സീഡ്സ് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു കോട്ടിലിഡൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ വ്യക്തതയുണ്ട്. എന്ത് കുട്ടികളെ? ഈ ചെടി എന്ന് പറയുന്നത് എന്താണ്? മോണോകോട്ടാണ്. അല്ലടാ കുട്ടികളെ, പഠിച്ചതല്ലേ? മോണോകോട്ടിലിഡണസ് പ്ലാന്റ് ആണ്. മോണോകോട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആ കാര്യം കിട്ടി. മോണോകോട്ട് പ്ലാന്റ് ആണ് ആ ഒരു സ്റ്റുഡന്റ് ഒബ്സർവ് ചെയ്ത പ്ലാന്റ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഫീച്ചർ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുക മോണോകോട്ട് പ്ലാന്റിന്? എ, പ്രസൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ഡൈക്കോട്ട് പ്ലാന്റിന്റെ ഫീച്ചറാണ്. നെറ്റ് ലൈക്ക് അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് റെറ്റിക്കുലേറ്റ് വീനേഷൻ അല്ല, പാരലൽ വീനേഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രസൻസ് ഓഫ് ഫൈബ്രസ് റൂട്ട് മോണോകോട്ട് പ്ലാന്റിന്റെ ഒരു ഫീച്ചറാണ്, അത് ശരിയാണ്. എബിലിറ്റി ടു പെർഫോം ഫോട്ടോസിന്തസിസ് മോണോകോട്ടായാലും ഡൈക്കോട്ടായാലും ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിസ് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൊതുവായി പറയാൻ പറ്റുന്ന ഫീച്ചർ അല്ല. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ് കറക്റ്റ്ലി റെപ്രസെന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോട്ടിലിഡൻ നമ്പർ, വീനേഷൻ, റൂട്ട് ടൈപ്പ്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോട്ടിലിഡൻ മാത്രമുള്ള മോണോകോട്ടിന്റെ ലീഫ് പാരലൽ വീനേഷൻ കാണിക്കും, അല്ലേ? ഒരു കോട്ടിലിഡൻ മാത്രമുള്ള മോണോകോട്ട് പ്ലാന്റ്സ് പാരലൽ വീനേഷൻ കാണിക്കും. അവരുടെ റൂട്ട് ഫൈബ്രസ് റൂട്ടാണ്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്ത്? മോണോകോട്ട് പ്ലാന്റ്സിൽ എന്ത് ലീഫാണ് ഉണ്ടാവുക? ലീഫിന്റെ വീനേഷൻ എന്താ? പാരലൽ വീനേഷൻ ആണ്. അവരുടെ റൂട്ട് ഫൈബ്രസ് റൂട്ടാണ്. ഫൈബ്രസ് റൂട്ട് നമ്മൾ പഠിച്ചതാണ്, ഫൈബ്രസ് റൂട്ടാണ് കാണാം. എന്നാൽ ഡൈക്കോട്ട് ചെടികളിലേക്ക് വരുമ്പോൾ, ഡൈക്കോട്ടിലിഡണസ് പ്ലാന്റിലേക്ക് വരുമ്പോൾ നെറ്റ്വർക്ക് ലൈക്ക് വെയിൻസ് ആണ് കാണുക. അതായത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അവരുടെ വീനേഷൻ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. അവരുടെ റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഒരു മെയിൻ റൂട്ടും അതിൻ്റെ സൈഡിലേക്കായി ചെറിയ ചെറിയ റൂട്ട്സുമാണ് കാണാം. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഒന്നാമത് നോക്കിയേ, 1 കോട്ടിലിഡൻ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ തെറ്റി. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ തെറ്റി, അത് മാച്ചിങ് അല്ല. രണ്ടാമത് 2 കോട്ടിലിഡൻ ഡൈക്കോട്ടിലിഡനസ്, അവരുടെ വീനേഷൻ റെറ്റിക്കുലേറ്റ്, റൂട്ട് ടാപ്പ് റൂട്ട്, അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കുമ്പോൾ 1 കോട്ടിലിഡൻ റെറ്റിക്കുലേറ്റ് വീനേഷൻ വരില്ല, ഫൈബ്രസ് റൂട്ട് വരും. അപ്പോൾ ഇത് ഓവറോൾ തെറ്റാണ്. 2 കോട്ടിലിഡൻ പാരലൽ വീനേഷൻ കാണിക്കില്ല, ഫൈബ്രസ് റൂട്ട് കാണിക്കില്ല. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായി തന്നെ ഡൈക്കോട്ട് സീഡും മോണോകോട്ട് സീഡും ഡിഫറൻറ്റ് വീനേഷൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിക്ക് പി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്, ഇതൊക്കെ ഡൈക്കോട്ടിലിഡനസ് ആണ്. 2 പരിപ്പുകൾ നമുക്ക് കാണാം. എന്നാൽ റൈസ്, മെയ്സ് പോലുള്ളവർ മോണോകോട്ടിലിഡനസ് ആണ്. ഒരു കോട്ടിലിഡൻ മാത്രമേ കാണുള്ളൂ. മോണോകോട്ടിലിഡനസ് ആയവരുടെ ലീഫ് പുല്ലാണ്. അപ്പോൾ അവരുടെ നോക്കിക്കഴിഞ്ഞാൽ വീനേഷൻ പാരലൽ വീനേഷൻ ആണ്. ഇപ്പോൾ ലീഫ് എടുത്തു കഴിഞ്ഞാൽ വെയിൻസ് എല്ലാം പാരലലി റൺ ചെയ്യുന്നുണ്ടാവും. ബനാനയിൽ പാരലൽ വീനേഷൻ ആണ്. എന്നാൽ ഡൈക്കോട്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിന്റെ ലീഫ് റെറ്റിക്കുലേറ്റ് ആണ്. ഇതുപോലെ ബ്രാഞ്ചസ് പോലെ, നെറ്റ് പോലെ കാണാൻ പറ്റും. ഈസി അല്ലേ? ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എ സുവോളജിസ്റ്റ് ഗ്രൂപ്പ്സ് ആനിമൽ ബേസ്ഡ് ഓൺ ബോഡി പാർട്സ് യൂസ്ഡ് ഇൻ മൂവ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ correctly matches the animal and the part used?
ബേർഡ്സ് യൂസിങ് ഫിൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഫിൻസ് ഫിഷസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹോഴ്സസ് വിങ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സ്നേക്കിന് കാലുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ സ്നേക്കിന് കാലൊന്നും ഇല്ല അല്ലേ. ബേർഡ്സ് വിങ്സ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി, ബേർഡ്സ് യൂസ് വിങ്സ് ഫോർ ഫ്ലൈയിങ്, ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, ദ കാക്ടസ് പ്ലാന്റ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ഡെസേർട്ട് ഓഫ് രാജസ്ഥാൻ ഹാവ് തിക്ക് ആൻഡ് ഫ്ലഷി സ്റ്റം മെയിൻലി ബിക്കോസ് എന്തിനാണ്? സി, ഡെസേർട്ട് ഏരിയ ഹോട്ടാണ്, ഡ്രൈ ആണ്, വാട്ടർ സ്കാർസിറ്റി നേരിടുന്ന ഏരിയ ആണ്. സോ അവർക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ആവശ്യകതയുണ്ട്. മിനിമൈസിങ് ദ ലോസ് ഓഫ് വാട്ടർ ആൻഡ് ടു സ്റ്റോർ മാക്സിമം വാട്ടർ ഫോർ എ വെരി ലോങ് പീരീഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ആക്ച്വലി ഈ തിക്ക് ഫ്ലഷി സ്റ്റം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതൊന്നും വരില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Deodar trees in Himalayas have flexible and sloping branch. ഹിമാലയ ഇത് നോക്കിക്കോളൂ, ഹിമാലയത്തിലാണ് കാണുന്നത് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളയാനുള്ളൊരു കഴിവ്, ഒടിയാനുള്ളൊരു കഴിവ്, ഒടിഞ്ഞ് പൊട്ടാനില്ല അല്ല, ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യാനുള്ള കഴിവാണ്, അതാണ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഡിയോഡർ പ്ലാന്റ്സ് ഓർ ട്രീസ് ഹിമാലയത്തിൽ കാണുന്നവർക്ക് ഫ്ലെക്സിബിൾ സ്ലോപ്പിംഗ് ബ്രാഞ്ചസ് ഉണ്ട്. അതെന്തിനായിരിക്കും? അപ്പോൾ സ്ലോപ്പിംഗ് ആവുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ ഏരിയാസിൽ തണുപ്പ് കൂടുതലാവും, അപ്പോൾ അവിടെ സ്നോഫാൾ ഉണ്ടാവും. അപ്പോൾ സ്നോ ഇലയുടെ മുകളിൽ തങ്ങി നിൽക്കരുത്, അത് എന്ത് ചെയ്യണം, സ്ലൈഡ് ചെയ്ത് പോകണം. ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാനാണ്. സോ കളക്ട് മോർ സൺലൈറ്റ് അല്ല, സർവൈവ് ഇൻ സ്ട്രോങ് വിൻസ് അല്ല, അലൗ സ്നോ ടു സ്ലൈഡ് ഓഫ് ഈസിലി. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അനദർ ക്വസ്റ്റ്യൻ, എ camel ഫൗണ്ട് ഇൻ ഹോട്ട് ഡെസേർട്ട് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാൻ മരുഭൂമിയിലെ ക്യാമൽ, ഒട്ടകം, ഹോട്ട് ഡെസേർട്ടിൽ കാണുന്ന ഒട്ടകം ഏത് അഡാപ്റ്റേഷൻ ആണ് കാണിക്കുന്നത്? അപ്പോൾ നോക്കാം. ഒന്ന്, തിക്ക് കോട്ട് ഓഫ് ഫർ ടു റിട്ടൈൻ ബോഡി ഹീറ്റ് റിട്ടൈൻ ചെയ്യാൻ ശ്രമിക്കില്ല ബിക്കോസ് ഓൾറെഡി ദേ ആർ ലിവിങ് ഇൻ ദ ഹോട്ട് ഏരിയ. സോ ദിസ് ഇസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. ലാർജ് ഫ്ലാറ്റ് ഫീറ്റ് ടു വാക്ക് ഈസിലി ഓൺ സാൻഡ്, അതാണ് കറക്റ്റ് ആൻസർ അല്ലേ. മണ്ണിൽ കാല് പൂഴ്ന്നു പോകരുത്. അപ്പോൾ മാക്സിമം ഏരിയ ഇവരുടെ കാലുകൾക്ക് ഉണ്ടാവും. ഇവരുടെ ഒട്ടകത്തിൻ്റെ കാലുകൾ അല്ലെങ്കിൽ ആ ഒരു ഫീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഫീറ്റ് ആയിരിക്കും. അപ്പോൾ ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ കൂടും. അപ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കുറയും. ഏരിയ കൂടും, പ്രഷർ കുറയും. അപ്പോൾ ഇവർക്ക് മരുഭൂമിയിൽ നടക്കാൻ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, കൂർത്ത കാലുകളാണെങ്കിൽ മണ്ണിൽ കൂഴ്ന്നു പോകും, പ്രഷർ കൂടും അല്ലേ. പക്ഷെ ഇവിടെ ഏരിയ കൂടി, കാലുകൾ നല്ല ഫ്ലാറ്റ് ആവുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, കാലിൻ്റെ ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും, മണ്ണിൽ നടക്കാൻ ഈസി ആവും. സോ ദാറ്റ് ഈസ് ദ മേജർ അഡാപ്റ്റേഷൻ. കോണിക്കൽ ബോഡി അതെല്ലാം പ്ലാന്റിൻ്റെയാണ്, ഹൈബർനേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കാമൽസ് ഇൻ ഹോട്ട് ഡെസേർട്ട് ഹാവ് വൺ ഹംബ്. ഹംബ് എന്തിനാണ്? നമുക്കറിയാം, സ്റ്റോറിങ് ഫാറ്റ് ആണ് അല്ലേ, സ്റ്റോറിങ് ഫുഡ് ആൻഡ് ഫാറ്റ്, അതാണ് ആൻസർ. വാട്ടറൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ചു അല്ലേ, വാട്ടർ സ്റ്റോർ ചെയ്യുന്നില്ല, എയർ സ്റ്റോർ ചെയ്യുന്നില്ല, പ്രൊഡ്യൂസിങ് ഹീറ്റ് അല്ല, സ്റ്റോറിങ് ഫാറ്റ് ആണ്, അത് ഫുഡ് സോഴ്സ് ആയിട്ട് ഇവർ യൂസ് ചെയ്യാണ്. അടുത്ത്, റോഡോഡെൻഡ്രോൺ ഇൻ ഷോല ഫോറസ്റ്റ്, നീലഗിരിയിലാണ്. നീലഗിരി ഷോല ഫോറസ്റ്റിലെ റോഡോഡെൻഡ്രോണിൻ്റെ ഷോർട്ടർ വിത്ത് സ്മോളർ ലീവ്സ് ആണ്. അവരുടെ വലിപ്പം ചെറുതാണ്, ചെറിയ ലീവ്സ് ആണ് കാണുന്നത്. കാരണം ആ ഭാഗത്ത് ധാരാളം എന്താ പറയുക, ഈ കാറ്റ്, വിൻഡ് നല്ലോണം ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് അല്ലേ, നല്ല രീതിയിലുള്ള കാറ്റടിക്കും. അപ്പോൾ ആ കാറ്റിൽ ഇത് ഒടിഞ്ഞു തൂങ്ങി പോകരുത്, ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, ഇത് റെസിസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ദേ ഗ്രോ ഇൻ ഫെർട്ടൈൽ സോയിൽ അല്ല, മോർ സൺലൈറ്റ് അല്ല. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ദേ മസ്റ്റ് വിത്ത്സ്റ്റാൻഡ് സ്ട്രോങ് വിൻസ് ഇൻ മൗണ്ടൻ ടോപ്സ്. ദ റിസീവ് ഹെവി റെയിൻഫാൾ, അതൊന്നുമല്ല. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. റോഡോഡെൻഡ്രോൺ ഇൻ നീലഗിരി ഹിൽസ്, നീലഗിരിയിലെ ഷോല ഫോറസ്റ്റിലാണ് ഇത് കാണുന്നത്. അടുത്ത ചോദ്യം, ഫ്രോഗ്സ് ക്യാൻ ലീവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. അത്തരം ആനിമൽസിനെ ആംഫീബിയൻസ്, അറിയാലോ, ആംഫീബിയൻസ് എന്ന് വിളിക്കും. ആംഫീബിയൻസ് they can live both water and land. Next question, when habitats are damaged. ഹാബിറ്റാറ്റ്, ഒരു ജീവിയുടെ ആവാസ വ്യവസ്ഥ, നിൽക്കുന്ന സ്ഥലം നശിച്ചു പോയാൽ നമ്പർ ഓഫ് സ്പീഷീസ് എന്താവും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ജീവി നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലം ഇല്ലാതായ ആ ജീവിയുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ജീവിയുടെ എണ്ണം കുറയുന്നു. ഇൻക്രീസസ് റാപ്പിഡ്ലി, പൊട്ടത്തെറ്റാണ്. റിമെയിൻസ് അൺചേഞ്ച്ഡ് അല്ല, ജീവികൾ എണ്ണം ചേഞ്ച് ആവും. എങ്ങനെ? കുറയും അല്ലെ, ഡിക്രീസ് ചെയ്യും. അതാണ് ഡിക്രീസസ് ഡ്യൂ ടു ലോസ് ഓഫ് റിസോഴ്സസ്. ഡബിൾ ചെയ്യുന്നില്ല. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു.
മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. ബൈ.